നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ശരിയുടെ സൗമ്യസ്വരം. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പൊതുസമൂഹത്തിന് സൗമ്യ സ്വാഗതം പറഞ്ഞ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി. രാഷ്ട്രീയ വേർതിരിവില്ലാതെ എല്ലാവർക്കും സ്വാഗതം. മുഴുവൻ ജനങ്ങൾക്കും അധികാരമുള്ള സർക്കാരാണ് നാളെ അധികാരമേൽക്കുന്നതെന്നും AKG സെന്ററിലെ പത്രസമ്മേളനത്തിൽ പിണറായി. പുതിയ സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവുകളോ ജാതി മത വ്യത്യാസങ്ങളോ ഉണ്ടാകില്ല. മുഴുവൻ കേരളീയരുടെയും അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന സർക്കാരിനൊപ്പം പൊതുസമൂഹത്തിന്റെ പൂർണ്ണ മനസ്സുണ്ടായിരിക്കണമെന്നും പിണറായിയുടെ അഭ്യർത്ഥന. ഇടതു സർക്കാരിനെ അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾക്കൊപ്പം പിണറായിയുടെ മുന്നറിയിപ്പും. തന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് ചില അവതാരങ്ങൾ വന്നേക്കാം. അത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. മന്ത്രിമാരെ പോലെ തന്നെ ഇടതു സർക്കാരിലെ ഉദ്യോഗസ്ഥരും അഴിമതിക്കറ പുരളാത്തവരായിരിക്കും. പിണറായി പത്രസമ്മേളനം ആരംഭിച്ചത് മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം നൽകി. മുഖ്യമന്ത്രി പദം പിണറായിക്ക് 72ാം ജന്മദിന മധുരം. ധൂർത്തില്ലാതെ നല്ല തുടക്കം. അധികാരത്തിന് അധികം മോടി വേണ്ടെന്ന നല്ല തുടക്കവുമായി പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മന്ത്രിമന്ദിരങ്ങൾക്ക് മോടി കൂട്ടേണ്ടെന്ന് നിയുക്ത മുഖ്യമന്ത്രിയുടെ ആദ്യ നിർദ്ദേശം. അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ മതിയെന്നും പിണറായി. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 4-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. പുതിയ സർക്കാരിലെ മന്ത്രിമാരുടെ പട്ടിക നാളെ രാവിലെ ഗവർണർക്ക് സമർപ്പിക്കും. 19 മന്ത്രിമാരും നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ചടങ്ങിലേക്ക് പാർട്ടി പ്രവർത്തകരുടെ കുത്തൊഴുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷ. ആ കസേര രമേശിന് തന്നെ. ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവ്. നേതൃപദവിയിലേക്കില്ലെന്ന് KPCC നിർവാഹക സമിതിയിൽ ഉമ്മൻചാണ്ടി നിലപാടെടുത്തതോടെ രമേശിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വം AICC അറിയിച്ചു. നേതൃസ്ഥാനത്തെ ചൊല്ലി പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്നും പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെയെന്നും VM സുധീരൻ. കൂട്ടത്തോൽവിയുടെ പേരിലുള്ള കുറ്റവിചാരണ ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടിയും രമേശും സുധീരനും ഒരുമിച്ചതോടെ ഇന്നലത്തെ KPCC നിർവാഹക സമിതി യോഗത്തിലെ ചർച്ചകൾ ഒഴിവാക്കി. യോഗം ജൂൺ 4, 5 തീയതികളിൽ വീണ്ടും ചേരും. പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തുമെന്നും നേതൃത്വം. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ഇന്ന് വൈകിട്ട് UDF യോഗം. സർക്കാർ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നതകൾ ശക്തമായത് തോൽവിയുടെ ആഴം വർദ്ധിപ്പിച്ചു എന്ന അഭിപ്രായം. അതേസമയം കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കാര്യമായ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടപ്പോൾ RSPയും JDUവും മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും പരാജയപ്പെട്ട സാഹചര്യവും യോഗം ഇന്ന് ചർച്ച ചെയ്യും. നീറ്റിൽ ഇളവ്. മെഡിക്കൽ ഡെന്റൽ പ്രവേശന പരീക്ഷ സംബന്ധിച്ച സംസ്ഥാനങ്ങളുടെ ആശങ്കകൾക്ക് വിരാമം. നീറ്റ് ഓർഡിനൻസിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഒപ്പുവച്ചു. ഇതോടെ സംസ്ഥാനങ്ങൾ നടത്തിയ പ്രവേശന പരീക്ഷ പ്രകാരമായിരിക്കും ഈ വർഷത്തെ പ്രവേശനം. അതേസമയം അടുത്ത വർഷം മുതൽ മെഡിക്കൽ ഡെന്റൽ പ്രവേശനം അഖിലേന്ത്യാ പരീക്ഷ ആധാരമാക്കിയായിരിക്കും. നീറ്റിൽ ഇളവ് ലഭിക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക്. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കും അഖിലേന്ത്യാ ക്വാട്ടയ്ക്കും പരിഗണിക്കുന്നത് നീറ്റ് റാങ്ക് ലിസ്റ്റ് തന്നെ. കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് എല്ലാ കോളേജുകൾക്കും നീറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധി മറികടക്കാൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.